കുറേ നാളായിട്ടോ മലമ്പുഴ ഡാമിലോട്ടൊക്കെ പോയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ലാസ്റ്റ് 3 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് ഞാൻ ലാസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു, കുറേ ദിവസമായി പോയിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് പോയേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതാ നമ്മൾ എന്തൊക്കെയോ അല്ല, നമ്മൾ വീട്ടിലുണ്ടാക്കിയ ചോളമൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പോൾ നമുക്ക് പോണ വഴിക്ക് നല്ല ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ എന്തൊക്കെയോ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തിയ പാട് നമ്മൾ ഉപ്പിലിട്ട മാങ്ങയൊക്കെ കഴിച്ചിട്ടുണ്ടായി. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ പിന്നെ നമ്മൾ എൻട്രൻസിലേക്ക് പോയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് അവിടെ പണി നടക്കുകയാണ് എന്നുള്ളത്. ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് കേട്ടോ അവസ്ഥ. എന്നിട്ട് ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ബാക്കിൽ കൂടെ പോയാൽ മതിയെന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ ബാക്കിൽ കൂടെ പോയപ്പോൾ നമ്മൾ ഈ ഒരു ചായക്കട കണ്ടു. അപ്പോൾ നമ്മൾ ചായ കടിയും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നോക്കി എനിക്കിങ്ങനെ ഈ ടോയ്സിൻ്റെ കടയൊക്കെ കണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരം നോക്കി നിൽക്കും കേട്ടോ. പിന്നെ അവിടെയൊക്കെ കയറി കറങ്ങി നടക്കണതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ നേരെ അക്കോറത്തേക്കാണ് വിട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ മലമ്പുഴ ഡാമിൽ വന്നിട്ട് ഇതുവരെ ഞാൻ അക്കോറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ നേരെ പാർക്കിലോട്ടൊക്കെയാണ് വിടുമായിരുന്നു. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, കാരണം പാർക്ക് തുറന്നിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാവരും അക്കോറത്തേക്കൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അത്യാവശ്യം കുറേ വലിയ മീനുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയ ചെറിയ മീനുകളായിരുന്നു. പിന്നെ എനിക്ക് മീനുകളെ കാണാൻ അത്ര ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ഹാവിക്കുട്ടന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ അതിലോട്ട് കയറിയിട്ടോ. അവന് ഇങ്ങനത്തേക്കല്ലേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നോക്കി നല്ല കളർഫുൾ മീനുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറച്ചുകൂടെ നോക്കി നിന്നു. പിന്നെ അത്യാവശ്യം ആകെ 2 വലിയ മീനാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ ഒരു മീനും പിന്നെ വേറൊരു മീനും ഉണ്ടായിരുന്നു കേട്ടോ. അതിനെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. വേറൊക്കെ കുഞ്ഞു കുഞ്ഞു മീനുകളായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങളിങ്ങനെ നടന്നിട്ടുണ്ടായി. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ ഒരു ഗുഹ പോലെ ആയിട്ടോ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നോക്കി ഈ ഒരു വൈറ്റ് മീൻ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ വെറുതെ എടുത്തതാണ് കേട്ടോ. പിന്നെ ഈ ഒരു വലിയ മീനിനെയാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ റോപ്പ് വേക്ക് കയറാൻ നിന്നു കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, കാരണം പാർക്ക് തുറക്കാത്തതുകൊണ്ട് എല്ലാവരും അവിടോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോന്നു. എന്നിട്ട് പഞ്ഞിമിഠായൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു പോയിട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. പിന്നെ നമ്മൾ റോപ്പ് വേ കയറാത്ത വേറൊന്നുമല്ല, ഹാവിക്കുട്ടനെയും കൊണ്ട് അത്രയും നേരം നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.